ഹലോ, അപ്പം ഞാനിന്ന് ഓണം സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, മത്തങ്ങ, ചേന കേട്ടോ. പിന്നെ ഒരു ചെറിയ കായ എടുത്തിട്ടുണ്ട്, 2 മുരിങ്ങയ്ക്ക, 2 ക്യാരറ്റ്, 2-3 പയർ, 2-3 ബീൻസ്, 2-3 കൊത്താമര കേട്ടോ. ഇത്രയും കഷ്ണങ്ങൾ മെയിനായിട്ട് വേണ്ടത്. പിന്നെ എന്ത് കഷ്ണങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എന്ത് കഷ്ണങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ കയ്പക്കായൊന്നും ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങോ വെള്ളരിക്കോ പടവലങ്ങയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പം ഞാൻ ഉരുളിയിൽ അടുപ്പത്താണ് വെക്കണത്. അത് കാരണം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആദ്യം കായും ചേനയാണ് വേവിച്ചെടുക്കുന്നത്. അതിന് ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം അത് വേവിച്ചെടുക്കുക കേട്ടോ. തീപ്പെട്ടിക്കോല് കനം എന്നാണ് അവിയലിന് പറയുക. അപ്പോൾ പറ്റണ പോലെയൊക്കെ അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടികളാണ്. അപ്പം ഞാനിതിൽ ഇത്തിരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവാനാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ ചേർക്കുക, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കുക. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, അത്യാവശ്യം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവിക്കണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അത് ഒരു 1.5 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ടാവും ഞാൻ. 5-10 അല്ലി ചുവന്നുള്ളി, 1 ടീസ്പൂണ് ജീരകം, ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇടണം കേട്ടോ. അത് ഞാൻ ആദ്യം മിക്സിയിലിട്ട് വെച്ചു, അത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ പച്ചമുളക് എടുക്കാൻ മറന്നു പോകരുത് കൂട്ടുകാർ, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ പച്ചമുളക് ഇടുക. ബാക്കി പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ സാധാരണ വീട്ടിൽ വെളുത്തുള്ളി ഇടാറുണ്ട്, പക്ഷെ സദ്യയിലേക്ക് വെളുത്തുള്ളി അങ്ങനെ ചേർക്കില്ല കേട്ടോ. പിന്നെ ഞാൻ തൈര് എപ്പോഴും ഈ അരപ്പിൻ്റെ കൂടെ കൂട്ടി അരയ്ക്കുകയെന്ന് വെച്ചാൽ വെള്ളം കൂടാണ്ടിരിക്കാനുള്ള ഒരു സൂത്രമാണത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പുളി ഉള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് തൈര് എടുത്താൽ മതി കേട്ടോ. പുളി കുറവാണെങ്കിൽ കൂടുതൽ എടുക്കണ്ടോ. പുളിക്കനുസരിച്ച് തൈരിൻ്റെ അളവ് മാറ്റം വരുത്താം. അത് അരച്ചെടുത്ത് വല്ലാണ്ട് അരയ്ക്കരുത്, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. അത് എടുത്ത് മാറ്റി വെച്ചപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു. ബാക്കിയുള്ള കഷ്ണങ്ങളോട് കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചു. അങ്ങനെ അതാ എല്ലാ കഷ്ണങ്ങളും വെന്തു. അതൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ അരപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ. അപ്പോഴേക്കും അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടും നമുക്ക്. പിന്നെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ 1-2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടാണ് ഇതിന് ടേസ്റ്റ് കൂട്ടണ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി മൂടി വയ്ക്കുക, 1-2 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അവിയൽ കാണാനുള്ള ഭംഗി മാത്രമല്ല, എന്താ പറയുക, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് അല്ലേ. എനിക്ക് അവിയൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക്, ഇനിയിപ്പോൾ നോൺ വെജ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അവിയൽ ഇഷ്ടപ്പെടണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഞാൻ അടുത്ത സദ്യ റെസിപ്പി ആയിട്ട് വരാം.